സുരേഷിനപ്പോ ഇത് കണ്ട ഈ കലയുടെ കാര്യം ഒന്നും കേട്ടാ ഞെട്ടത്തൊന്നുമില്ല. അവരുടെ ആൾക്കാർ മൊത്തം അറിഞ്ഞ സംഭവമാണ്. നമ്മൾ ഞെട്ടേണ്ട കാര്യമില്ല. അവർ മൊത്തം അറിഞ്ഞ് അവരിന്ന് ഇത്രയും കാലം ഒതുക്കി വെച്ചിരിക്കുന്ന ഈ സംഭവം കാര്യം 15 വർഷം മുമ്പ് നടന്ന സംഗതികൾ വരെയും പറയാതിരുന്ന ഈ കാര്യങ്ങൾ ഇപ്പോൾ സാക്ഷികൾ ഒത്തിരി പേര് വരുന്നില്ലേ? കണ്ട സാക്ഷികൾ നിരവധി ആൾക്കാർ. അതിനൊരു ചോദിച്ചില്ലേ ഇത് പരമാവധി അവരത് ഒതുക്കാൻ ശ്രമിച്ചു എന്നുള്ളതല്ല. അപ്പൊ ഇതെല്ലാം ഇവർ ഈ പറയുന്ന സാക്ഷി പറയുന്നവരെല്ലാം കുറ്റവാളികളാണ്. സംശയമുള്ള കാര്യത്തിൽ ഒതുക്കിയതാണ് കേസ്. സാഹചര്യം വന്ന് ഊമക്കത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഊമക്കത്തിന്റെ പറയുന്ന പോകെങ്കിൽ നിരവധി കാര്യങ്ങളുണ്ട്. അതിനുള്ള ഒത്തിരി ദുരൂഹതകൾ കിടപ്പുണ്ട്. ഊമക്കത്തുകൾ എങ്ങനെ ഇതുവരെ പോകാത്ത ഊമക്കത്ത് ഇപ്പൊ ചെന്നു. അപ്പൊ ഇത് പരമാവധി ഒതുക്കിയിട്ട് സഹി കെട്ടിട്ട് ഒത്തിയതാന്ന് തോന്നിപ്പോ അവസരം വന്നു. ഞാൻ ഈ അനിലങ്ങൾ ഒന്നിച്ച് പണിഞ്ഞ ഈ പറഞ്ഞ അനിലും ജിനും ഒക്കെ ഞാൻ മേശരിയാണ്. അപ്പൊ ഞങ്ങൾക്ക് കൂട്ടത്തിൽ മൈക്കാടി എന്നാണ്. ഞാനിപ്പോ അടുത്ത കാലം കൊണ്ട് ഒരു 3 വർഷം കൊണ്ട് അനിലിന്റെ കൂടെ ഉണ്ട് പണി. ഈ അനിലിന്റെ കൂടെ പ്രതിയുടെ കൂടെ. അതായത് ഈ ഇസ്രായേലിന് പോകുന്നതിന് 2 ദിവസം മുമ്പ് വരെ ഞങ്ങൾ ഒന്നിച്ച് പണി അനിലിന്റെ പണി. പക്ഷെ നമുക്കൊന്ന് അനിൽ ഇങ്ങനെ ചെയ്ത് ഉൾക്കൊള്ളാൻ നമുക്ക് ഒരിക്കലും പറ്റുന്നില്ല. അത്ര സ്നേഹത്തോടെ നമ്മളോട് പെരുമാറിയിട്ടുള്ളത് ഇതുവരെ. അനിലിന്റെ മനസ്സിൽ ഇത്ര ഒരു ക്രൂരത ഉണ്ടെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് 15 വർഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒതുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ മനസ്സെന്തോന്ന് ആലോചിച്ചു. ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യന് 15 വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു രഹസ്യം ഇത്രയും ആൾക്കാർ മൂടപ്പെട്ട് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തിലൊക്കെ ഇതിന്റെ പിന്നിലപ്പോൾ ഒത്തിരി കാണും. പറഞ്ഞ മനസ്സിലായോ? ഇതുപോലെ നിരവധി കാര്യങ്ങൾ കാണുമായിരിക്കാം. ഞാനിപ്പോ മേശരി പണിയാണ്. ഇല്ല, അനില് പറഞ്ഞില്ലേ, അനില് പോകുന്നിടം വരെ അനിലിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന് പോകുന്നൊന്നും നമ്മളോട് പറയുന്നില്ല, പിന്നെ വിളിച്ചിട്ടുമില്ല. ഒന്നാം പ്രതിയായിട്ടുള്ള അനിൽ അങ്ങനെ ഗുണ്ടായുസം കാണിച്ച് എനിക്കറിവില്ല. വേറെ ഉണ്ടോന്നറിയത്തില്ല. പക്ഷെ അല്ല, അനിലിന്റെ വീട്ടിലാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞെട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും ഞങ്ങളൊക്കെ ഇരുന്നത്. അതായത് ആ നിമിഷം വരെ അറിയുന്നത് വേറെ ആരുടെ കൂടെ പോയി ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ അനിലിന്റെ മോനുമായിട്ട് എപ്പോഴും ഞാൻ പറയും, മോനെ അമ്മ ഇങ്ങനെ പോയിട്ടുള്ളതാണ്, മോനെ ഒന്നും വിചാരിക്കണ്ട, അച്ഛൻ നോക്കുന്നില്ലേ, പഠിക്കാനൊക്കെ മിടുക്കണ. സംസാരിക്കുമ്പോൾ ഒരു ഭയങ്കര എന്നെ മാമാന്നൊക്കെ വിളിക്കുന്നവർക്ക് പുറത്ത് ജീവനാ. അതിന്റെ വിശ്വാസം ഇപ്പോഴും കണ്ടില്ലേ. അമ്മ വരും ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ സോമരാജൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടുന്ന ഒരാളാന്ന് പോലും ചിന്തിക്കാൻ അല്ലേ. പിന്നെ അവരൊന്നും അങ്ങനെ ഇതുവരെ ഒരു വഴക്കിട്ടായിട്ട് നമുക്കറിയത്തില്ല. എങ്ങും പോയി ഒരു വഴക്കുണ്ടാക്കി ബഹളുണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്താ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ? ഇവര് പറയുന്നുണ്ടായിരുന്നു കല ഒരു ട്രോളി ബാഗ് ഉരുട്ടിക്കൊണ്ട് ഇതുവഴി റോഡിൽ നടന്നു പോയി, നിങ്ങൾ കുഞ്ഞിനെ നോക്കിക്കോണം എന്ന് പറഞ്ഞു. നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ശരിയായിട്ടും കല ജീവനോടുണ്ടെന്ന് സുരേഷ് വിചാരിക്കുന്നുണ്ടോ? എനിക്കിപ്പം പറഞ്ഞില്ലേ, ഈ അകത്തായ ഈ പ്രതികളെന്ന് പറയുന്ന ആൾക്കാർ കല മരണപ്പെട്ടെന്നാണ് പറയുന്നത്, സാക്ഷികളും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അതിനകത്തുള്ള സത്യാവസ്ഥ എന്തോ നമ്മളതിന് പറയുന്നത്. പിന്നെ ചെറുപ്പം മുതലേ അറിയാവുന്ന എല്ലാവരുമായിട്ട് നല്ല സ്നേഹവും സഹകരണമാണ്. കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾ ഈ പുഞ്ചപ്പാടത്ത് കൊയ്ത്തുമതിക്ക് പോകുന്നത് ഞങ്ങൾ ഈ ഭാഗങ്ങളിലുള്ളവരില്ല. അപ്പൊ അന്ന് ആ ചെറുപ്പം മുതലേ ഈ കലയെ അറിയാം. കലയ്ക്ക് അന്ന് 20 വയസ്സ്, ഇപ്പം ഉണ്ടെങ്കിൽ 35 വയസ്സ്. എനിക്കിപ്പം 50 വയസ്സ് കൂടുതലായി, 52 വയസ്സായി. അപ്പൊ ഞങ്ങളാ പോകുന്ന സമയം മുതൽ ഇത് കൊച്ചു കുഞ്ഞാ, മനസ്സിലായോ? കലയും ഈ കവിയും പിന്നെ മറ്റേ ഇവരുടെ അച്ഛന് ഒക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബമൊക്കെ ആയിട്ട് പുഞ്ചയിൽ പോകുന്ന സമയത്തൊക്കെ അമ്മയൊക്കെ ആയിട്ടൊക്കെ നല്ല സ്നേഹബന്ധങ്ങൾ. അത് ചുറ്റോട്ടുള്ള ആൾക്കാരെല്ലാം നല്ല സ്നേഹബന്ധങ്ങൾ അന്നും ചെറുപ്പം മുതലേ കാണുന്ന. പിന്നെ കലയെ കല്യാണം കഴിച്ച് എൻ്റെ കല്യാണം കഴിച്ച് വീട്ടിൽ വന്ന് താമസിക്കുന്ന ഇവിടെ ഒരു കുഞ്ഞൊക്കെ സന്തോഷത്തിലൊക്കെ കഴിയുന്നതാണ്. അവരുടെ വീടിനടുത്തും കണ്ട വാടകയ്ക്കാന്ന് വെച്ചത്, ഈ കലയുടെ വീടിനടുത്താണ്. ഒന്നും പഴയ കാലഘട്ടമല്ലേ, ഇപ്പൊ ഒരു ചിന്താഗതി ഇല്ലല്ലോ. ഇപ്പൊ ഇല്ലല്ലോ. അന്നത്തെ കാലത്ത് അനിലിന്റെ അമ്മയെ കുറിച്ച് എങ്ങനെയാ അഭിപ്രായം? ഇവരുടെയൊക്കെ മനസ്സെന്താന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു പെൺകുട്ടി അവിടെ വന്ന് പെൺകുട്ടിയെ കല്യാണം കഴിച്ചോന്ന് അറിയത്തില്ല, എത്ര പൈസ കിട്ടിയെന്ന് അറിയത്തില്ല, പോയെന്ന് അറിയത്തില്ല. കുട്ടിക്ക് ഒരു ജാരനുണ്ടായിരുന്നു പറഞ്ഞാൽ ജാരൻ എവിടെ അവർ കണ്ടിട്ടില്ല, ആരോ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. തൊടാതെ പറഞ്ഞു പോകുന്നത് കണ്ടില്ലേ? അത് ഒന്നീ കള്ളത്തരമാണോ അതോ അറിഞ്ഞോണ്ട് അറിയത്തില്ല എന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും. ഇതൊരു കണ്ടപ്പം എന്റെ അമ്മ പറയുന്നത് അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവർ പറയുന്നു. അച്ഛനാന്ന് പിന്നെ പണിക്ക് വന്ന് പാവം പിടിച്ചൊരു മനുഷ്യനാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയിട്ടുള്ള സ്വകാര്യതയും രഹസ്യങ്ങളും ഒക്കെ കാണുമായിരിക്കും. പറയുന്നതിന്റെ ഒരു പരിധി കാണും. 15 വർഷത്തിന് ശേഷം അത് തുറന്നില്ലേ, രൂപക്കത്തിലൂടെ തുറന്നില്ലേ, എത്ര കള്ളാന്ന് പറഞ്ഞാലും. അപ്പൊ നമ്മൾ ഓരോ അന്നിത് പറഞ്ഞിരുന്നെങ്കിൽ ഇവരെല്ലാം പ്രശ്നങ്ങൾ അന്ന് തീർന്നേനെ, തെളിവും കിട്ടിയേനെ. അന്ന് അറിഞ്ഞ ആൾക്കാർ ഇത് പറഞ്ഞിരുന്നെങ്കിൽ തെളിവും കിട്ടിയാണ്. ഇത് തെളിവുകൾ ഉണ്ടോ, മൂട നശിച്ചോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇനി തെളിവുകൾ അനിലൊരു വെള്ള കാർ ഉണ്ടായിരുന്നു, ആരുടെ ഒരു കാർ വാടകയ്ക്ക് എടുത്താൽ ഇല്ല. ആ സമയത്തൊന്നും എനിക്ക് വലിയ അറിവില്ല. കാര്യം ഈ മുരളിമേശയുടെ കൂടെ നിന്ന് മാറിയതിന് ശേഷം പിന്നെ കൂടുതൽ അന്ന് ഞാൻ മുരളിമേശയുടെ കൂടെ ഉണ്ട്. അനിലും ഒക്കെ മാറുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മുരളിമേശയുടെ കൂടെ ഉണ്ട്. പിന്നെ വിവാഹം കഴിച്ചിട്ട് ഞാൻ കുറേ നാൾ വിട്ടില്ല, മുതുകുളത്തായിരുന്നു, വൈഫിൻ്റെ വീട്ടാണ്. പണിയൊക്കെ അങ്ങനെ മാറി. കരിപ്പഴ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, പുള്ളിയുടെ കൂടെ അങ്ങനെയൊക്കെ വർക്കായിരുന്നു. ഈ അടുത്ത സമയം കൊണ്ട് 2-3 വർഷം എളുപ്പം അനിലിൻ്റെ വർക്കിനായിട്ട് കൂട്ടത്തിൽ ചേരാൻ തുടങ്ങിയിട്ട്.
ഈ അനിൽ അവധിക്ക് വരുന്ന സമയത്ത് ഈ വർക്കിന്റെ കൂടെ നടക്കുകയും ചെയ്യുമോ? ഇല്ല പറഞ്ഞില്ലേ, ഈ ഇസ്രായേലിന് പോകുന്നതിന് ഒരു 3 വർഷത്തിനുള്ളിൽ മാത്രമേ ഉള്ളൂ അനിലുമായിട്ടുള്ള. 3 വർഷത്തിന് മുമ്പ്? അല്ല, ഈ ഇസ്രായേലിന് പോകുന്നതിന് 3 വർഷം പോയില്ലേ, ആ സമയം 3 മാസമായല്ലോ പോയിട്ട്. ഇപ്പൊ 3 മാസം, 3ാമത്തെ മാസമാണെന്ന് തോന്നുന്നു. അതിന് മുമ്പുള്ള 2-3 വർഷക്കാലം അനിലിന്റെ കൂടെ. അന്നേരം അനിൽ ഇവിടെ കോൺട്രാക്ടിങ് നടക്കുമായിരുന്നു. ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ എല്ലായിടവും നല്ല വർക്കുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന, പോകുന്നിടത്തെല്ലാം നല്ല അഭിപ്രായമാണ്. ആൾക്കാരുമായിട്ട് സഹകരിക്കാനും ഒക്കെ നല്ല പ്രാഗൽഭ്യമുണ്ട് പുള്ളിക്ക്. ആരോടും മുഷിച്ചിലില്ല, അതായത് പണിക്കാരോട് പോലും. കല ഇറങ്ങിപ്പോയത് കൊണ്ട് കലയെ തിരിച്ചു കൊണ്ടുവന്ന് കൊന്നു കളഞ്ഞാണെന്ന് അങ്ങനെയാണ് അതൊന്നും നമ്മള് അല്ല, അത് കല ഇറങ്ങിപ്പോയി എന്നുള്ള സത്യമാണോ? ബായി ഉരുട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നത് വേറെ അമ്മ പറഞ്ഞില്ല, നമ്മൾ കണ്ടില്ല. വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ? ഇല്ല, അമ്മ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ, നമുക്ക് കണ്ടിട്ടില്ല. കല ഇങ്ങനെ പോയി, സുപ്രാത്തിൽ പോയി എന്നുള്ള അറിവുകൾ. അതിനുശേഷം പിന്നെ കലയെ. പക്ഷെ ഞാൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞു? നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ്? ആരാണ് പേര്? അറിയത്തില്ല സാറേ. അതല്ല സാറേ, ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പോയി, 2 കാര്യമുണ്ട് അതിനകത്തിൽ. ഒന്ന്, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കൂട്ടത്തിൽ നിർത്തിയത്. ഒരു കുഞ്ഞും കാലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് കുടുംബം പുലർത്താൻ വേണ്ടി വിദേശത്ത് ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ചതിക്കപ്പെടുന്നു എന്നൊരു തോന്നല്, മനസ്സിലായോ? രണ്ടാമത്, ചതിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പോട്ടെ, എൻ്റെ പാട്ടിന് പോക്കോട്ടെ, അതങ്ങ് പോയി ജീവിച്ചോട്ടെ, എങ്ങനെങ്കിലും പോക്കോട്ടെ, മനസ്സിലായോ? എന്നെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോയിക്കോ, ജീവിക്കാൻ പോക്കോ എന്നുള്ളൊരു ധാരണയിൽ പോയിരുന്നെങ്കിൽ പ്രശ്നമില്ല. അതെ, മനുഷ്യൻ 2 തരത്തിലുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. ഇതേപോലെ പക വീട്ടാനായിട്ട് നടക്കുന്നത്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അനിലിപ്പോ 2ാമത് വിവാഹം കഴിച്ചില്ലേ, ജീവിതമായില്ലേ, അങ്ങനെ ചിന്തിച്ചാൽ മതിയല്ലോ. 15 ദിവസം കഴിഞ്ഞപ്പോഴേ വിവാഹം കഴിച്ചു. 2 മാസം എന്ന് പറയുന്നു, 15 എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 2 രീതിയിലായി ചാനൽ ചർച്ചകളൊക്കെ വരുന്ന 2 രീതിയിലാണ് പറയുന്നത്, മനസ്സിലായി? 15 ദിവസത്തിനുള്ളിൽ കല്യാണം കഴിച്ചെന്ന് പറയുന്നു, 20 ദിവസം എന്ന് പറയുന്നു, 2 മാസം എന്ന് പറയുന്നു. അത് 15 വർഷം മുമ്പുള്ളതല്ലേ, എല്ലാവരും കുറച്ച് മറവിയൊക്കെ കാണും. ഇല്ല, ഇത് പറയുന്ന സാക്ഷികൾക്കൊക്കെ കല കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സാക്ഷികൾക്ക് ചിലപ്പോൾ ഇതെല്ലാം ഓർമ്മ കാണും. നമ്മളിപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കലയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മൈൻഡിൽ വരുന്നത്. ഈ പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആൾക്കാർക്ക് അന്ന് മുതലുള്ള ഈ കലയുടെ അനിലിന്റെ ജീവിതം വീക്ഷിച്ചോണ്ടിരിക്കുകയല്ലേ, ശരിയാണോ? അവർക്കറിയത്തില്ലേ ഇതിന്റെ പിന്നിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അവർക്കറിയാമായിരിക്കുമല്ലോ, ആര് പറഞ്ഞാലും. പക്ഷേ എനിക്കെപ്പോഴും സംശയം വരുന്നത്, ഇപ്പം നമ്മൾ ഒരാളെ കൊന്നിട്ട് കാറിൽ ഇരിക്കുന്നു, ചേട്ടാ ഒരു കാര്യം കാണിക്കാന്ന് പറഞ്ഞിട്ടില്ല, മറ്റേ ഇത് കാണിക്കുന്നത് പോലെ എന്താ സംഭവിക്കുന്നത്? എന്തോ സംഭവിക്കും? അന്നെ വിളിച്ചിപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ എന്തോ പറയും? അപ്പോൾ ഒരു കാര്യം കാണിക്കുന്നുണ്ട് ഇതിനകത്തിൽ ഒന്ന് നോക്കാൻ പറഞ്ഞ് വന്നിക്കുമ്പോൾ ഒരാളെ കൊന്നിച്ച് എന്തോ എങ്ങനെ ചിന്തിക്കും? ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് സാർ? എങ്ങനെ അത് കൈകാര്യം ചെയ്യും? പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ആയാലും പറയും, 1 മാസം കഴിഞ്ഞാലും പറയും, 1 വർഷം കഴിഞ്ഞാലും പറയും. ഇവർക്ക് ഇപ്പോൾ രൂപക്കത്ത് വന്നല്ലോ, ഇതേപോലെ രൂപക്കത്ത് എങ്ങനെ നേരത്തെ അയക്കാമായിരുന്നു. അപ്പോൾ ഇത് പ്ലാനിങ് ആണ്, അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ചിന്തിക്കാം. ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരുന്നു ഇത്. ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ പറഞ്ഞല്ലേ, ഈ ബ്രെയിൻ ഉള്ള ആൾക്കാർ പുറത്ത് നിന്നുകൊണ്ട് കൂട്ടത്തിൽ ചേർന്ന് നടന്ന് തമ്മിൽ പിന്നെ പ്രശ്നമായി മാറിക്കഴിഞ്ഞപ്പോഴാണ് ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ആരെയൊക്കെ എങ്ങനെയൊക്കെ ഒതുക്കാം. കാര്യം നേരത്തെ ഇതെല്ലാം ഒന്നായിരുന്നു, പറഞ്ഞു മനസ്സിലായില്ലേ? ഇവരെല്ലാം ഒറ്റ ഗ്രൂപ്പായിരുന്നു. തിരിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞാൻ അണ്ണനും തമ്പിയുള്ള കളി കളിച്ച് ഇപ്പോഴാണിത് പറയുന്നത്. 15 വർഷത്തിന് ശേഷം കലയുടെ പിന്നെ ബോഡിക്ക് വേണ്ടി തെരച്ചിൽ നടക്കുന്ന സമയത്താണ് സാക്ഷികൾ കൂടുന്നത്. അപ്പോൾ ഈ സാക്ഷികൾക്ക് അറിയാവുന്ന ഈ 15 വർഷം മനസാക്ഷി കൊണ്ട് പറയുന്നതല്ല എന്നുള്ളതാണ്. കാര്യത്തിൽ സംശയമില്ല, വൈരാഗ്യം കൊണ്ട് പറയുന്നതാണ്. മനസാക്ഷി കൊണ്ട് പറയുമായിരുന്നെങ്കിൽ ഇവർ നേരത്തെ പറഞ്ഞത് ശരിയാണോ? സാറിന്റെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുമോ? ഇത്രയും ദിവസം അങ്ങനെ കിടന്നുറങ്ങും നമ്മൾ. ഇവിടെ കിടന്നൊരു 10 രൂപ കിട്ടിയാലും കുറെ കഴിയുമ്പോഴത്തേക്ക് 10 രൂപ കിട്ടി, കൂട്ടത്തിൽ വരുന്ന ആളുകളുണ്ട്, അവിടെ കിടന്ന് എനിക്ക് 10 രൂപ കിട്ടി, മനസ്സിലായേ? നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? ഒരു കൊലപാതകം ഒളിച്ചു വെക്കാൻ പറ്റുമോ? ഇപ്പോൾ 15 വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരാരും കൊലപാതകമാണെങ്കിൽ എനിക്കറിയത്തില്ല, 15 വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് അപ്പോൾ ആ മനസ്സിൻ്റെ ധൈര്യം എന്താണെന്ന് ആലോചിച്ചു. ഇത്രയും ആൾക്കാരുടെ മനസ്സിൻ്റെ ധൈര്യം ഒന്ന്. രണ്ടാമത് അവർ പ്രബലമല്ല, സാമ്പത്തിക സ്രോതസ്സില്ല, രാഷ്ട്രീയ പിൻബലമില്ല, മനസ്സിലായി? ആൾബലമില്ല, ഉള്ളിടത്ത് ചെയ്യത്തുമില്ല, ഇല്ലാത്തടത്ത് ഇതൊക്കെ നടക്കും. കലയുടെ സഹോദരനായ അനിലിനെ കൂടെ കൂട്ടി എപ്പോഴും ഉണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെങ്ങന്നൂരൊക്കെ പണി നടക്കുന്ന സമയത്തൊക്കെ ഈ അനിലിൻ്റെ ഒരു വണ്ടിയല്ല ഞങ്ങളെ കൊണ്ടുവിടുന്നതൊക്കെ. അപ്പോൾ ചില സമയത്ത് പറ്റിയില്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിനോട് പറയാൻ മറ്റേ കവി പറയും ഇവരെ ചെങ്ങന്നൂർ കൊണ്ടുവിടാൻ പറയും. വൈകുന്നേരം 5 മണിയാകുമ്പോൾ തിരിച്ച് വിളിച്ചു കൊണ്ടുവരും. പക്ഷേ അതുവരെ ഭയങ്കര സ്നേഹമായി. അനിലും ഈ പറഞ്ഞ 2 അനിൽമാരും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അതങ്ങനെ വിളിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. അനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അതെ കവി തന്നെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ഒരിക്കൽ പോലും ആലോചിക്കാൻ പറ്റത്തില്ല. പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് മനസ്സ് തുറന്ന് ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ശുഷ്കമായിട്ട് വന്നേക്കാം, ചിലപ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിട്ട് തെളിവുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയേക്കാം. അപ്പം നമ്മൾ ചിന്തിക്കുന്ന തലത്തിനപ്പുറം ദൈവം എന്ന് പറയുന്നൊരു ശക്തി ഇല്ലയോ? എന്തിനും ഏതിനും ഒരു ഉയർച്ചയ്ക്ക്
അല്ല ഒരു താഴ്ചയുണ്ട്, താഴ്ചയ്ക്ക് ഒരു ഉയർച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തികം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ സമൂഹത്തിലെ ഉന്നതന്മാരും ആകും ചെയ്യും, പിന്നെ പ്രബലന്മാരും ആകും. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ കീടങ്ങൾ ആ ഒരു ചിന്താഗതി വന്നു കഴിയുമ്പോഴാണ് നശിക്കുന്നത്. എത്രയോ ആൾക്കാരുണ്ട് സാറേ ഈ ചുറ്റുവട്ടത്ത്, നല്ല സ്നേഹവും ആത്മാർത്ഥയും മനുഷ്യപ്പറ്റിയുള്ള ആൾക്കാർ നിരവധി ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെ വേട്ടയാടുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശാശ്വതമല്ലാന്ന്. ഇപ്പം ഞാൻ പറയാം, സാറിപ്പ് ഇത് ഇറങ്ങിയേക്കുന്നത് സാറിൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയല്ല, ഇതങ്ങ് ക്യാമറയും തൂക്കി പിടിച്ചിന് ജീവിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ചിന്തയിൽ ഇവരൊക്കെ ജീവിച്ചാൽ പോരായിരുന്നു. ഓരോ ജീവന് അത് ആലോചിക്കാൻ പറ്റുമോ?